ബ്രസീൽ നാഷണൽ ടീമിന്റെ ഡിഫൻഡർ മാർക്കിനോസ്, അതുപോലെ PSG സെന്റർ ബാക്കും ക്യാപ്റ്റനുമായ മാർക്കിനോസ്, അദ്ദേഹം ഒരു വലിയൊരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ഈ വട്ടത്തെ സീസണിൽ PSG ചാമ്പ്യന്മാരായിരിക്കുകയാണ് ലീഗ് വൺ. ഇതോടുകൂടി മാർക്കിനോസ് തന്റെ 11ാം ലീഗ് വൺ കിരീടമാണ് നേടിയിരിക്കുന്നത്. മൊത്തത്തിൽ 13 സീസണാണ് PSG വേണ്ടി മാർക്കിനോസ് കളിച്ചിരിക്കുന്നത്. അതിൽ 11 സീസണും ചാമ്പ്യന്മാരെ എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയേ, മാർക്കിനോസ് എല്ലാ സീസണിലും കളിച്ചിട്ടുണ്ട് എന്നത് വേറൊരു പ്രത്യേകതയാണ്. പിന്നെ പുള്ളി വേറെ റെക്കോർഡ് കൂടി കൈവരിക്കുന്നുണ്ട്. ഇപ്പോൾ 11 ട്രോഫി നേടിയതോടുകൂടി PSG ഒഴികെ ബാക്കി ലീഗ് വണ്ണിൽ കളിക്കുന്ന ഏതൊരു ടീം നേടിയ ട്രോഫിയേക്കാൾ കൂടുതലാണ് ഇൻഡിവിജ്വലായി മാർക്കിനോസ് നേടിയിരിക്കുന്നത്. ഇതൊരു അത്യപൂർവ്വ റെക്കോർഡാണ് ശരിക്കും. 11 വട്ടം എന്ന് പറയുന്നത്, ചുരുക്കം പറഞ്ഞാൽ 10 വട്ടം വേറൊരു ടീം പോലും ലീഗ് വണ്ണിൽ PSG അല്ലാതെ കിരീടം നേടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർക്കിനോസ് ഒറ്റയ്ക്ക് 11 വട്ടം കിരീടം നേടിയിരിക്കുന്നത്. ഇറ്റ്സ് അൺബിലീവബിൾ റെക്കോർഡ്. പിന്നെ വേറെ റെക്കോർഡ് കൂടി ഉണ്ട്. മൊത്തത്തിൽ കരിയറിൽ മാർക്കിനോസ് 34 ട്രോഫീസാണ് നേടിയിരിക്കുന്നത്, 34 ട്രോഫീസ്. എന്നാൽ PSG മൊത്തത്തിൽ നേടിയിരിക്കുന്നത് 31 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് ലീഗിൽ ഫ്രാൻസിലെ ഒരു ടീമിന് പോലും മാർക്കിനോസ് തൻ്റെ കരിയറിൽ നേടിയ മൊത്തം ട്രോഫിയുടെ അടുത്തെത്താൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ച് നോക്കൊന്ന്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ഒരു പ്ലെയറുടെ എന്താ പറയുക, ആ പ്ലെയറിൻ്റെ ഒരു വാല്യൂ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യണത്. മാർക്കിനോസ് ഇൻക്രെഡിബിൾ സെൻറ്റർ ബാക്ക്. വേൾഡ് കപ്പിന് എന്തായാലും കോൾ ഉണ്ടാവും കാർലോ ആഞ്ചലോട്ടിയുടെ. ബ്രസീലിന് വേണ്ടി താരത്തിന് ഇതേപോലെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹം റൈറ്റ് ബാക്ക് ആയിട്ടും കളിക്കും, നോട്ട് ഓൺലി സെൻറ്റർ ബാക്ക്. അപ്പോൾ ഇതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ് ബ്രസീലിന്. എനിക്ക് തോന്നുന്നത് കാർലോ ആഞ്ചലോട്ടി വിൽ യൂസ് ദിസ് ജം ഇൻ ദ വേൾഡ് കപ്പ് റിയലി വെൽ. ഐ തിങ്ക് സോ. നമുക്ക് നോക്കാം എന്തായാലും വേൾഡ് കപ്പിലെ താരത്തിൻ്റെ പ്രകടനം എങ്ങനെ ഉണ്ടായിരിക്കും നമുക്ക് കണ്ടറിയാം.